സ്ഥാനാർത്ഥി എന്തു ചെയ്യുകയാണ്? നിലമ്പൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി പ്രചാരണം തുടരുകയാണ്. PV അൻവർ ഉയർത്തിവിട്ട വിവാദങ്ങൾക്ക് കരുതലോടെ മറുപടി പറഞ്ഞാണ് ആര്യാടൻ ഷൗക്കത്ത് മുന്നോട്ടു പോകുന്നത്. ഇന്ന് പ്രധാന മതമേലധ്യക്ഷന്മാരെ ഉൾപ്പെടെ അദ്ദേഹം സന്ദർശിച്ചു. വൈകിട്ട് 4 മുതൽ വിവിധ പഞ്ചായത്ത് കൺവെൻഷനുകളിൽ പങ്കെടുക്കും. വിവരങ്ങളുമായി ദീപക് മലയമ്മയാണ് ചേരുന്നത്. ദീപക്, ചാലിയാറിലെ വെള്ളം പോലെ UDFനകത്ത് കാര്യങ്ങൾ ഇങ്ങനെ കുഴഞ്ഞു മറിയുമ്പോൾ ഇപ്പുറത്ത് കൂളായി ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെ പ്രചാരണം നടത്തുകയാണ്. അതിപ്പോ പഞ്ചായത്ത് കൺവെൻഷനിലേക്ക് എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. LDFിലാണെങ്കിൽ ഒരു സ്ഥാനാർത്ഥിയുടെ ചിത്രം ഇതുവരെ തെളിഞ്ഞിട്ടില്ല. മറ്റുള്ള സ്ഥാനാർത്ഥികൾക്കും ഒരു വ്യക്തതയൊക്കെ വരുന്നതേയുള്ളൂ. അപ്പോ എങ്ങനെ പോകുന്നു ഈ ആര്യാടൻ ഷൗക്കത്തിന്റെ പ്രചാരണം? റഷി പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുമ്പോഴാണ് ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇന്നലെ ഔപചാരികമായിട്ടുള്ള തുടക്കം അതിനുവേണ്ടി കുറിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് പല പ്രമുഖ വ്യക്തികളെ മണ്ഡലത്തിലുള്ളവരെയൊക്കെ കാണുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ നിലയ്ക്കുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. ഇന്ന് രാവിലെ 8 മണിയോടുകൂടിയാണ് ഇന്നത്തെ പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ തന്നെ മമ്പാട് മേഖലയിലെത്തി അവിടെയുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ കണ്ട് അവരിൽ നിന്നും ആശീർവാദം സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം പിന്നീട് അദ്ദേഹം കോഴിക്കോടേക്കാണ് പോയത്. അവിടെ AP ഉസ്താദിനെ AP അബൂബക്കർ മുസ്ലിയാരെ കാണുകയും അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ആശീർവാദം സ്വീകരിക്കുകയൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ നടക്കാനുള്ളത് ഇന്ന് വൈകിട്ട് 4 മണി മുതൽ പഞ്ചായത്ത് തലത്തിലുള്ള കൺവെൻഷനുകൾ ആരംഭിക്കുകയാണ് UDFിൻ്റെ. അതിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 4 മണിക്ക് അമരബലത്താണ് കോൺഗ്രസ് ഓഫീസ്, അവിടെ വെച്ചാണ് ഈ കൺവെൻഷൻ നടക്കുന്നത്. അതിനുശേഷം കരുളായി ലീഗ് ഓഫീസിൽ 5 മണിക്കുണ്ട്. കാരപ്പുറം, ഒപ്പം തന്നെ എടക്കര ചുങ്കത്തറ ബാങ്ക് ഓഡിറ്റോറിയം, ഇത്രയും സ്ഥലങ്ങളിൽ ഇന്ന് പഞ്ചായത്ത് തല കൺവെൻഷനുകൾ കൂടി നടക്കുന്നുണ്ട്. വരും ദിവസങ്ങളിലേക്ക് കൂടുതൽ നേതാക്കൾ ജില്ലയിലേക്ക് എത്തുകയാണ്. അങ്ങനെ ആകുമ്പോൾ ഒരു പരസ്യ പ്രചാരണത്തിലേക്ക് സജീവതയോടുകൂടി UDF സ്ഥാനാർത്ഥി കടക്കുമെന്നുള്ളത്. ഇന്ന് രാവിലെ തന്നെ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ മാധ്യമപ്രവർത്തകർ ഈ സ്ഥാനാർത്ഥിയോട് ചോദിച്ചിരുന്നു. ആ ഘട്ടത്തിലൊക്കെ തന്നെ കൃത്യമായി വളരെ കരുതലോടുകൂടിയുള്ള മറുപടികളാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നത്. ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും ഒരു വാക്ക് തൻ്റെ ഭാഗത്ത് നിന്ന് വീണ് പോയാൽ അത് ഉണ്ടാക്കിയേക്കാവുന്ന ആഘാതം എന്താണ് എന്നുള്ളത് കൃത്യമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് സംസാരിച്ചത്. PV അൻവറും ഒപ്പം തന്നെ UDFും കഴിഞ്ഞ 9 വർഷങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരേ കാര്യമാണ്. അതായത് പിണറായി വിജയനെതിരെയുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് ആ ഭരണം അവസാനിപ്പിക്കണം. അതുകൊണ്ട് അൻവറുമായി സഹകരിച്ചു പോകുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നുള്ള പ്രതികരണം പോലും ഇന്ന് രാവിലെ ഷൗക്കത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പോൾ വരുന്ന ദിവസങ്ങൾ നിലവിൽ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ എന്നുള്ള കണക്കിന് മറ്റ് സ്ഥാനാർത്ഥികളെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാനില്ല. സ്വാഭാവികമായും ഇനിയിപ്പോൾ NDAയും അതുപോലെ LDFും ഒക്കെ സ്ഥാനാർത്ഥികളെ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. ആ ഒരു സമയമാകുമ്പോഴത്തേക്കായിരിക്കും ഒരു ഫൈറ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള പ്രചാരണത്തിലേക്ക് പോവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ അടിത്തട്ടിലുള്ള പ്രവർത്തനങ്ങളെല്ലാം ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കോൺഫിഡൻസ് UDFിനുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിൽ വളരെ സജീവതയോടുകൂടിയാണെങ്കിൽ പോലും അല്പം നമുക്ക് പുറത്തേക്ക് കാണാൻ അത്ര കണ്ട് വലിയ ചന്തമില്ലാത്ത രീതിയിലാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ഊർജ്ജസ്വലമാകുമെന്ന് നമ്മൾ കരുതുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും പഞ്ചായത്ത് കൺവെൻഷനൊക്കെ നടക്കട്ടെ. നമുക്കതൊക്കെ നടക്കുമ്പോൾ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ എത്താം.